ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗിനിടെ ഫീൽഡിംഗ് പിഴവ് വരുത്തിയ ഇന്ത്യൻ താരം കുൽദീപ് യാദവിനെ കുടഞ്ഞ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ 32-ാം ഓവറിലായിരുന്നു സംഭവം. കുൽദീപ് യാദവിന്റെ 5-ാം പന്തിൽ സ്റ്റീവ് സ്മിത്ത് സിംഗിൾ എടുത്തിരുന്നു. പന്ത് നേരിട്ട സ്മിത്ത് സ്പീഡ് സ്ക്വയർ ലെഗിലേക്ക് അടിച്ച ശേഷം സിംഗിളായി ഓടി. ഈ സമയത്ത് പന്തെടുത്ത് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലെ വിക്കറ്റ് ലക്ഷ്യമാക്കി കോഹ്ലി എറിഞ്ഞു. സ്മിത്ത് സുരക്ഷിതമായി ക്രീസിലെത്തിയെങ്കിലും ഒരു റൺ കൂടി എടുക്കാനായി ക്രീസിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ പന്ത് വിക്കറ്റിൽ കൃത്യമായി വീഴുമെന്ന ധാരണയിൽ ബോളർ കുൽദീപ് യാദവ് മാറി നിൽക്കുകയായിരുന്നു. ലക്ഷ്യം തെറ്റിപ്പോയ പന്ത് പിന്നീട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പിടിച്ചെടുത്തു. ഇതോടെ പന്തെറിഞ്ഞ കോഹ്ലി കുൽദീപിനെതിരെ രൂക്ഷ ഭാഷയിലാണ് സംസാരിച്ചത്. രോഹിത് ശർമ്മയും ഗ്രൗണ്ടിൽ വെച്ച് രോഷം പ്രകടിപ്പിച്ചപ്പോൾ നിശബ്ദനായി നോക്കി നിൽക്കാൻ മാത്രമാണ് കുൽദീപിന് കഴിഞ്ഞത്. മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 4 വിക്കറ്റ് വിജയവുമായി ഇന്ത്യ ഫൈനലിൽ കടന്നു. ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക പോരാട്ടത്തിന്റെ വിജയികളായിരിക്കും ഇന്ത്യ ഫൈനലിൽ നേരിടുക. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 264-ന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ 48 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയത്തിലെത്തി.